നമസ്കാരം. ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം. ഇന്ന് പറയാൻ പോകുന്ന ആൺകുട്ടി വിവേക് യു. അദ്ദേഹത്തിൻ്റെ നക്ഷത്രം വന്നിട്ട് പൂരമാണ്. 181 സെൻറ്റിമീറ്റർ ഹൈറ്റ്, അല്ലെങ്കിൽ 5'11". അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലി. ക്വാളിഫിക്കേഷൻ വന്നിട്ട് BTech, MBA മണിപ്പാലിൽ നിന്നാണ് പാസ്സായിരിക്കുന്നത്. BTech വന്നിട്ട് SRM യൂണിവേഴ്സിറ്റി. പൂനെയിലാണ് ആ കുട്ടി വർക്ക് ചെയ്യുന്നത്. നല്ല ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. കാപ്ജെമിനി എന്ന് പറഞ്ഞ കമ്പനിയിലാണ് ആ കുട്ടി വർക്ക് ചെയ്യുന്നത്. ഇപ്പോഴത്തെ പ്രസന്റ് ജോബ് ലൊക്കേഷൻ പൂനെയാണ്. എന്ന് വേണമെങ്കിലും ബാംഗ്ലൂർക്ക് ട്രാൻസ്ഫർ ആകാം. കാരണം ആൾറെഡി അത് പ്രോസസ്സിലാണ്. മിക്കവാറും ഒരു മാസം അല്ലെങ്കിൽ 2 മാസം കൊണ്ട് ചിലപ്പോൾ ശരിയാവും. അച്ഛൻ ഉദയകുമാർ, അവർ ഇൻകം ടാക്സ് അസിസ്റ്റന്റ് കമ്മീഷണറായിട്ട് ഈ മാസം റിട്ടയർ ആവും. അമ്മ ഹൗസ് വൈഫാണ്. ഇവർ രണ്ടുപേരുടെയും സ്വദേശം ഒറ്റപ്പാലമാണ്. ഒറ്റപ്പാലത്തെ ഒരു പ്രശസ്ത നായർ തറവാട്ടിലത്തെയാണ് ഇവർ അച്ഛനമ്മമാർ. അപ്പോൾ ഒറ്റപ്പാലത്ത് തന്നെയാണ് റിട്ടയർമെൻറ്റിന് ശേഷം ഇവർ സെറ്റിൽ ചെയ്യുന്നത്. ഇപ്പം അച്ഛനും അമ്മയും സൂറത്തിലാണ്. സൂറത്തിലെ ഇൻകം ടാക്സ് അസിസ്റ്റന്റ് കമ്മീഷണറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. റിട്ടയർമെൻറ്റ് ഇപ്പോൾ ഈ മാസമാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാട്ടിലോട്ട് വരും, ഒറ്റപ്പാലത്ത് സെറ്റിൽ ചെയ്യും. അപ്പോൾ ഒറ്റപ്പാലം സൂറത്തിലും ഒക്കെ ഫ്ലാറ്റും കാര്യങ്ങളും പ്രോപ്പർട്ടീസൊക്കെ ഉണ്ട്. നല്ലൊരു വെൽ സെറ്റിൽഡ് ഫാമിലിയാണ്. ഒരു മകൻ മാത്രം. ആർക്കെങ്കിലും, അതായത് ആ സാർ എൻ്റെ ഓഫീസിൽ വന്നിട്ടുണ്ടായിരുന്നു, ഉദയകുമാർ സാർ എൻ്റെ ഓഫീസിൽ വന്നിട്ടുണ്ടായിരുന്നു. ഒരു യാതൊരു തരത്തിലുള്ള ഇൻകം ടാക്സ് അസിസ്റ്റന്റ് കമ്മീഷണർ ആണ് എന്നുള്ളതിൻ്റെ ഒരു ലെവലേശം പോലും ഒരു തലക്കനം അല്ലെങ്കിൽ വർത്തമാനത്തിലൊക്കെ എത്രമാത്രം തറവാടിത്തരമായിട്ടുള്ള വർത്തമാനം പറയാൻ സാധിക്കുമോ അത്രമാത്രം ഭംഗിയായിട്ട് തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു. ഞങ്ങളുടെ സ്റ്റാഫായിട്ട് സംസാരിച്ചു, ഞാനായിട്ട് കുറേ നേരം സംസാരിച്ചു. വളരെ അധികം ഒരു വളരെ നല്ല ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്യുന്ന ഒരു സാറായിട്ടാണ് എനിക്ക് മനസ്സിലായത്. മകനെ ഞാൻ കണ്ടിട്ടില്ല, അച്ഛനുമായിട്ടാണ് ഞാൻ സംസാരിച്ചത്. അപ്പോൾ എന്തായാലും ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള ആൺകുട്ടികളുടെ പ്രൊഫൈൽ നോക്കണം എന്ന താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കേസ് നോക്കാവുന്നതാണ്. എന്തുകൊണ്ടും തറവാടി എന്ന് പറയില്ലേ, ഓരോ വാക്കും വളരെ സൂക്ഷിച്ച് അത്രമാത്രം ഇതായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അങ്ങനെയൊന്നും ഇപ്പം നമ്മൾ സംസാരിക്കുന്ന സമയത്തൊന്നും ഇങ്ങനെയൊന്നും നോക്കൽ പതിവില്ല. പക്ഷേ ഇവിടെ വരുമ്പോൾ ഓരോ കാര്യവും അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരികയും ഇന്നതൊക്കെയാണ് ഞങ്ങളുടെ ആവശ്യങ്ങൾ. അപ്പോൾ ആർക്കെങ്കിലും ഏതെങ്കിലും പെൺകുട്ടികളുടെ അച്ഛനമ്മമാർക്ക് ഈ കേസ് നോക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വള്ളുവനാട് മാട്രിമോണിയലിനെ സമീപിക്കുക. ഒരിക്കൽ കൂടെ വിവേക് യുവിനെ പറ്റി ഞാൻ പറയാം. അദ്ദേഹത്തിൻ്റെ നക്ഷത്രം പൂരമാണ്. ഹൈറ്റ് വന്നിട്ട് 181 സെൻറ്റിമീറ്റർ ആണ്, അതായത് 5'11". അരദോഷം ജാതകത്തെ കാട്ടിയിട്ടുണ്ട്. BTech ആണ് ക്വാളിഫിക്കേഷൻ. ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ വന്നിട്ട് MBA എടുത്തിരിക്കുന്നത് മണിപ്പാലിൽ നിന്നാണ്. ഇപ്പോൾ പൂനെയിലാണ് വർക്ക് ചെയ്യുന്നത്. എന്ന് വേണമെങ്കിലും ബാംഗ്ലൂർക്ക് ട്രാൻസ്ഫർ കിട്ടാം. അതായത് മിക്കവാറും മാർച്ചിൻ്റെ ഉള്ളിലൊക്കെ ട്രാൻസ്ഫർ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ അവർ ഇരിക്കുന്നത്. അപ്പോൾ അച്ഛൻ അസിസ്റ്റന്റ് കമ്മീഷണർ ഇൻകം ടാക്സ്, അമ്മ ഹൗസ് വൈഫ്, ഒറ്റപ്പാലം സ്വദേശികൾ. ഈ മാസം അച്ഛൻ റിട്ടയർ ആവും. അപ്പോൾ ഒറ്റപ്പാലത്ത് വന്ന് സെറ്റിലാവും. ഇവിടെ ആൾറെഡി അവരൊരു പുതിയ വീടൊക്കെ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മാസം റിട്ടയർ ആയി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നാട്ടിലോട്ട് വരും. പിന്നെ ഇവിടെ തന്നെ ആയിരിക്കും. അപ്പം അങ്ങനെ സൂറത്തും ഇവിടെയൊക്കെ ആയിട്ട് അങ്ങനെ കഴിയും. സൂറത്തിൽ ഒരു ഫ്ലാറ്റുണ്ട്, ഇവിടെ ഒരു വീടുണ്ട്. മകൻ മിക്കവാറും ബാംഗ്ലൂർക്ക് ട്രാൻസ്ഫർ ആവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വിവേകിനെ കുറിച്ച് പറയാനുള്ളത്. ഒറ്റ മകനാണ്.
അപ്പോൾ താല്പര്യമുള്ള രക്ഷിതാക്കൾ തീർച്ചയായിട്ടും വള്ളുവനാട് മാട്രിമോണിയിൽ കോൺടാക്ട് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എടുത്തു തരുന്നതാണ്. എന്തുകൊണ്ടും നല്ലൊരു ഫാമിലിയാണ്. ഒരിക്കൽ കൂടെ ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.